ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഉമ്മ അന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി, പിന്നെ നമ്മൾ ഇപ്പോൾ 9th മന്തായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കൂടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയ ടൈമിലേക്ക് ഓഫീസൊക്കെ വിട്ട് വരുന്നതിന് മുൻപായിട്ടാണ് ഉമ്മ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറപ്പം, കലത്തപ്പം, അങ്ങനെ പല പല പേരുകളുണ്ട് ഈ ഒരു ഐറ്റത്തിന്. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പച്ചരി 2 കപ്പ് ഒരു 4 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ചോറ്, 1/2 കപ്പ് തേങ്ങ ചിരവിയത്, പിന്നെ ഒരു 4 ഏലക്ക, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. അപ്പോൾ നമ്മളതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ 4 കട്ട ശർക്കര ഒന്ന് മെൽറ്റാക്കിയിട്ട് അത് ചൂടോടൊക്കെ തന്നെ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ മിക്സാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടോടൊക്കെ ഒഴിക്കണം, അപ്പോഴാണ് ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന്. അപ്പോൾ അതിനെ നമ്മൾ 2 പാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം കുക്കറിലും ഒരെണ്ണം പാനിലും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നെയ്യിൽ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ തേങ്ങ ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ കൊത്താണ് മെയിൻലി ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ തേങ്ങ കൊത്ത് ഇല്ലാത്തതുകൊണ്ടും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും അത്ര ഇഷ്ടമല്ല തേങ്ങ കൊത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒഴിക്കണ ലാസ്റ്റ് മൊമെൻറ്റിലാണ് കുറച്ച് ബേക്കിംഗ് സോഡ ആ ഒരു ബാറ്ററിൽ മിക്സ് ആക്കുന്നത് കേട്ടോ. കാരണം ആ ലാസ്റ്റ് ടൈമിൽ മിക്സ് ആക്കിയിട്ട് വേണം കുക്കറിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്തതിനാൽ സംഭവം റെഡിയാണ്. അതേപോലെ തന്നെ നമ്മൾ പാനിലും ഇതേ സെയിം സംഭവം സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ കുക്കറപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇല്ലാത്തവരൊക്കെ ഈ ഒരു റെസിപ്പി അനുസരിച്ചിട്ട് ട്രൈ ചെയ്താൽ മതി, നല്ല അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ വൈകുന്നേരം ചായയിലേക്ക് അതെല്ലാം കഴിച്ച് പിന്നെ നേരെ ഡ്രസ്സൊക്കെ മാറ്റി പോയത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ റാസൽ കീമയിൽ തന്നെയുള്ള പ്ലാറ്റിനം മെഡിക്കൽ സെൻറ്ററിലാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ള ഒരു തമിഴ് ഡോക്ടറുണ്ട്, സുകന്യ എന്ന് പറഞ്ഞിട്ട്. ആ ഡോക്ടറിനെയാണ് ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്നത്. നല്ലൊരു ഡോക്ടറാണ് കേട്ടോ. നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം തന്നെ സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ റൂമിൽ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ മാഷാല്ലാ കുഴപ്പങ്ങളൊന്നുമില്ല, ഗ്രോത്തും കാര്യങ്ങളൊക്കെ നോർമൽ രീതിയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെലിവറി ഡേറ്റ് വരുന്നത് മാർച്ച് 13th ഒക്കെ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും പ്രേ ചെയ്യുക കുഴപ്പമൊന്നുമില്ലാണ്ട് ഡെലിവറി നടക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ടൈമൊക്കെ വെയിറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നെയിം മോളിൽ കണ്ടാ പോയത്. അപ്പോൾ അവിടുന്ന് എനിക്കും ഉമ്മാക്കൊക്കെ ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ റുവ ബേബിനെ ആദ്യം തന്നെ ട്രോളിയിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ള കാരണം പിന്നെ അതിലിരുന്നോളൂ കേട്ടോ. നമ്മളിതേ ഇവിടെ ഭയങ്കരമായിട്ട് ചെരുപ്പൊക്കെ നോക്കുന്ന തിരക്കിലാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഈ തണുപ്പിനൊക്കെ ഇടുന്ന പോലത്തെ ഈ ഒരു ടൈപ്പിലെ അതിൽ നിന്നാണ് കേട്ടോ ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനിനി ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇടാൻ ഇങ്ങനത്തെ ടൈപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ബോൾ കണ്ടപ്പം റുവ ബേബിക്ക് ഒരു ബോൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചായി വിചാരിക്കണം കേട്ടോ അവൾക്ക് ബോൾ വാങ്ങണമെന്ന്, പുറത്തിറങ്ങിയിട്ട് കളിക്കുമ്പോഴൊക്കെ എടുക്കാമല്ലോ. പിന്നെ ഞാൻ അവിടുന്ന് ഷോള് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് ഞാൻ ഉദ്ദേശിച്ച ഷോള് കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ വേറെയും കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു. പിസ്താഷ്യോ കുനാഫ കണ്ടപ്പോൾ പിന്നെ നമ്മൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ രാത്രിക്കലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഷവർമ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് വേൾഡിലത്തെ ഷവർമ ഉണ്ടോ ട്രൈ ആക്കിയത്.
താത്തയും അളിയനൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഷവർമ്മ അടിപൊളിയാണ്, ട്രൈ ആക്കി നോക്കുന്നൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ്മയായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കുട്ടി വ്ളോഗ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.